പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. മൂന്നാർ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റ് മാനില ഡിവിഷനിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ആന അക്രമാസക്തൻ എന്നും ആനയെ തുരത്താത്തതിൽ ആശങ്കയുണ്ടെന്നും കുട്ടിസ്വാമി ആന വരുന്നേ. വിശദാംശങ്ങൾ ജെയിനിസ് രാജു നൽകും. ജെയിൻ, ഇപ്പോഴും ആ പരിസരത്തൊക്കെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ പടയപ്പ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ആ പരിസരത്ത് തന്നെയാണ് പടയപ്പ ഉള്ളത്. പടയപ്പ സാധാരണ ഈ ജനവാസ മേഖലയിൽ കഴിയുന്ന ഒരു കാട്ടാനയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പോയാലും ഈ ലയങ്ങൾക്ക് സമീപത്തുനിന്ന് പോയാലും മറ്റേതെങ്കിലും ചോലകൾക്കുള്ളിൽ കയറി നിൽക്കുകയും അതിനുശേഷം സന്ധ്യ മയങ്ങുമ്പോഴോ അല്ലെങ്കിൽ നേരം പുലരുമ്പോഴോ ഒക്കെ മടങ്ങി വരികയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിൽ എത്തിയിട്ട് കഴിഞ്ഞ 2 ദിവസത്തിലധികമായി. കഴിഞ്ഞ ദിവസം രാത്രി ലയങ്ങൾക്ക് സമീപത്തേക്ക് എത്തിയിരുന്നു. അന്ന് RRT അവിടെ സംഘം അവിടെ ചെല്ലുകയും ആനയെ വിരട്ടി ഓടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അവിടെ തന്നെയാണ് ഇപ്പോഴും പടയപ്പ നിലയുറപ്പിച്ചിരിക്കുന്നത്. മാനില എസ്റ്റേറ്റിൽ ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത്. ലയങ്ങൾക്ക് തൊട്ട് സമീപത്തുകൂടി ആന വരികയും അതുവഴി കടന്നു പോവുകയാണ് ഉണ്ടായത്. പക്ഷെ ഇന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ആനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സിന് ശരി ജയൻ, ഏതായാലും കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സിന് നേരെയൊക്കെ പാഞ്ഞെടുത്തു. പക്ഷേ ഇന്ന് വലിയ പ്രശ്നങ്ങളൊന്നും പടയപ്പ ഉണ്ടാക്കിയിട്ടില്ല. വിശദാംശങ്ങളാണ് ജെയിനിസ് രാജു നൽകിയത്.